അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം നമുക്ക് വായിക്കാം. സെഖര്യാവ് ദൂതനോട്, ഇത് ഞാൻ എന്തെന്നാൽ അറിയും, ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. അനേകം വിഷയങ്ങൾക്ക് വേണ്ടി ജനത്തിനും തൻ്റെ സ്വന്തം ആവശ്യത്തിനും യഹൂദ രാജ്യം മുഴുവനും വേണ്ടി തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഭക്തനായൊരു ലേവ്യ പുരോഹിതനായിരുന്നു സെഖര്യാവ്. ഈ സെഖര്യാവ് യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കുന്നവനായിരുന്നു എന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിപ്രകാരമാണ് ഇരുവരും, സെഖര്യാവും തൻ്റെ ഭാര്യയായ എലിസബത്തും, ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. എങ്കിലും ഇവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. ഇവർ ഇരുവരും വയസ്സു ചെന്ന് വൃദ്ധരായിരുന്നു. ഒരു കുഞ്ഞിനു വേണ്ടി വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ അവർ പ്രാർത്ഥന തുടങ്ങിക്കാണും. അതുപോലെ തന്നെ വാഗ്ദത്ത മശിഹായ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. തൻ്റെയും ജനത്തിൻ്റെയും പാപപരിഹാരത്തിനായി അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ജെറുസലേമിൻ്റെ സമാധാനത്തിനായും ദൈവരാജ്യം സ്ഥാപിച്ച് കിട്ടുന്നതിനായും അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നാളുകൾ അവൻ പ്രാർത്ഥന തുടർന്നു. ഇപ്പോൾ അവൻ വൃദ്ധനായിരിക്കുകയാണ്. അവൻ കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവനെ നറുക്കു വന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. ദൂതൻ അവനോട്, സെഖര്യാവേ, ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കുന്നു. നിൻ്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേർ ഇടയണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവൻ്റെ ജനനത്തിങ്കൽ എല്ലാവരും സന്തോഷിക്കും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ചില വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട വാർത്ത കേട്ടപ്പോൾ ലേവി പുരോഹിതനും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ജനത്തോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടിയവനുമായ ഭക്തനായ സെഖര്യാവ് പറയുന്ന വാക്കുകളാണ് നാം ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ കൂടി കേട്ടത്. അത് ഇപ്രകാരമാണ്: ഇത് ഞാൻ എന്തെന്നാൽ അറിയും, ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ. പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ഒരു ദൂതനെ തൻ്റെ പുരോഹിതനും വിശ്വസ്തനും വൃദ്ധനുമായ സെഖര്യാവിൻ്റെ അടുക്കൽ അയച്ച് ദൈവത്തിൻ്റെ സന്ദേശം കേട്ടപ്പോൾ സെഖര്യാവ് ദൂതനോട് പറയുകയാണ്, ഇത് ഞാൻ എന്തെന്നാൽ അറിയുമെന്ന്. ദൂതനുള്ള കാര്യം തുറന്നു പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായ്ക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 19-20 വാക്യങ്ങളാണ് നാം കേട്ടത്. സെഖര്യാവിൻ്റെ സംശയമാണ് ദൂതനോട് അപ്രകാരം ചോദിക്കുവാൻ പ്രേരിപ്പിച്ചത്. ന്യായപ്രമാണം നല്ലവണ്ണം പഠിക്കുകയും അത് അനുസരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സെഖര്യാവിനെ ഗബ്രിയേൽ ദൂതൻ്റെ പേര് കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി: തന്നോട് സംസാരിച്ചത് ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേലാണെന്ന്. ഇതേ ഗബ്രിയേലിനെ ദാനിയേൽ പ്രവചനത്തിൽ സെഖര്യാവിനെ കാണുവാൻ കഴിയും. തന്നെയുമല്ല, ന്യായപ്രമാണം പഠിച്ചവനും അനുസരിക്കുന്നവനും ജനത്തിന് ആശ്വാസത്തിൻ്റെ ദൂത് ദൈവത്തിൽ നിന്നും പ്രാപിച്ച് കൊടുക്കുന്നവനുമായ സെഖര്യാവ് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 16-ാം വാക്യത്തിൽ താൻ ദൂതനിൽ നിന്നും കേട്ട വാക്ക് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് സെഖര്യാവിനറിയാം. ആ വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ സാറയെ അനുഗ്രഹിച്ച അവളിൽ നിന്നും നിനക്കൊരു മകനെ തരും എന്നാണ് ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തത്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം നിറവേറ്റിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്:
അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഈ യാഥാർത്ഥ്യം പഠിക്കുകയും ഗ്രഹിക്കുകയും വിശ്വസിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് സെഖര്യാവ്. മക്കളില്ലാതിരുന്ന ഹന്നയ്ക്ക് മക്കളെ കൊടുത്ത ദൈവത്തെയും സെഖര്യാവിനറിയാം. മറ്റനേകം അത്ഭുതങ്ങൾ ദൈവം ചെയ്തത് ന്യായപ്രമാണത്തിൽ നിന്നും താൻ പഠിച്ചിട്ടുണ്ട്. എങ്കിലും തൻ്റെ പ്രാർത്ഥനകളുടെ മറുപടി വന്നപ്പോൾ അവൻ അവിശ്വസിച്ചു. ന്യായപ്രമാണത്തിൽ അനേകം അത്ഭുതങ്ങൾ ദൈവം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും സെഖര്യാവിന് വിശ്വാസം വന്നില്ല. അവൻ്റെ ദൈവം അതുകൊണ്ടാണ് അവനെ മൗനമാക്കിയത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ദൈവവചനത്തിൽ ദൈവം പ്രവർത്തിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും വിഷയത്തിലാണ് നാം ഭാരപ്പെടുന്നതെങ്കിൽ നാം ആ വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സെഖര്യാവിനെ പോലെ ദൈവവചനം അനുസരിക്കുവാനും നാം ഉത്സാഹിക്കുകയാണ്. ദൈവവചനം അനുസരിക്കുകയും ബൈബിളിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള നന്മകൾ എനിക്കും ദൈവം ചെയ്തു തരും എന്ന് നാം വിശ്വസിക്കുകയും വേണം. എന്നിട്ട് നാം ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുകയാണ്. സെഖര്യാവ് എത്ര വർഷം കാത്തിരുന്നുവെന്ന് നാം ഓർക്കുകയാണ്. നല്ല പ്രായത്തിൽ വിവാഹം കഴിഞ്ഞ് വൃദ്ധനാകുന്നതുവരെ ദൈവം മക്കളെ കൊടുത്തില്ല. എന്നാൽ വൃദ്ധനായപ്പോൾ ആണെങ്കിലും അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. നമ്മുടെ വിഷയങ്ങൾ വ്യത്യസ്തമായിരിക്കാം. എന്തു തന്നെ ആയാലും ദൈവം തൻ്റെ സമയത്ത് മാത്രമേ പ്രവർത്തിക്കൂ എന്ന് നാം മനസ്സിലാക്കുകയാണ്. സെഖര്യാവ് നേരിട്ടതുപോലൊരു പ്രതിസന്ധി യേശുവിൻ്റെ അമ്മ മറിയായും നേരിട്ടു. ഇതേ ഗബ്രിയേൽ ദൂതൻ അവളോട് പറഞ്ഞത്, നീ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-33 ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ മറിയ ദൂതനോട് ചോദിച്ചത്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-34 ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവളുടെ ന്യായമായ സംശയമാണ് അത്. കാരണം മനുഷ്യൻ്റെ ഉൽപ്പത്തിക്ക് ശേഷം ബൈബിളിലോ ചരിത്രത്തിൽ എവിടെയെങ്കിലുമോ അന്നുവരെയും ഒരു കന്യക ഗർഭിണിയായിട്ടില്ല. ദൂതൻ ആ ദൈവമകളോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-35 നാം കേട്ടത്. നെബൂഖദ്നേസർ രാജാവിൻ്റെ 7 ഇരട്ടി ശക്തി കൂട്ടിയ തീച്ചൂളയിലേക്ക് എറിയപ്പെടും എന്ന ഭീഷണി രാജാവ് പുറപ്പെടുവിച്ചപ്പോൾ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. എരിയുന്ന തീച്ചൂറയിൽ നിന്നും ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കും. ഇനി അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂറയിൽ നിന്നും രക്ഷിച്ചില്ലെങ്കിലും രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. അന്ന് വരെ ആ കുഞ്ഞുങ്ങൾ തീയിൽ നിന്നും ദൈവം രക്ഷിച്ചതായി ബൈബിളിൽ വായിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, തീയിൽ നിന്നും രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ വിഗ്രഹത്തെ നമസ്കരിക്കുകയില്ല എന്ന്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാനിവിടെ പ്രസ്താവിച്ചു എന്നേ ഉള്ളൂ. ഒരു കാര്യം നാം മനസ്സിലാക്കണം, നാം ദൈവത്തെ അനുസരിക്കുന്ന ഒരു ദൈവമകനോ ദൈവമകളോ ആണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരുവാൻ ദൈവം തയ്യാറാണ്. മറുപടിയുമായി ദൈവം വരുമ്പോൾ നാം നിൽക്കേണ്ട സ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കണമെന്ന് മാത്രം. സെഖര്യാവിന് ദൈവത്തിൻ്റെ വാക്തത്വത്തിൽ സംശയം ഉണ്ടായതുപോലെ തന്നെ തൻ്റെ മകനായ സ്നാപക യോഹന്നാനും തൻ്റെ ശുശ്രൂഷയുടെ അവസാന നാളിൽ ഹെരോദാവ് അവനെ പിടിച്ച് ജയിലിലടച്ചപ്പോൾ യേശു സഹായിക്കുവാൻ ചെല്ലാതിരുന്നതിനാൽ യേശുവിനെ അവൻ സംശയിച്ചു. നമ്മെ സഹായിച്ചാൽ മാത്രം വിശ്വസിക്കേണ്ടവനല്ല കർത്താവായ യേശു ക്രിസ്തു. നമ്മെ സഹായിച്ചാലും ഇല്ലെങ്കിലും യേശു മാത്രമേ നമുക്ക് സഹായകനുള്ളൂ. അവനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, അവനാണ് നമ്മുടെ ന്യായദാതാവ്. മറുപടി വരുവാൻ താമസിച്ചാൽ അതിനർത്ഥം അവൻ നമ്മെ ഓർക്കുന്നില്ല എന്നോ നമ്മെ സഹായിക്കുകയില്ല എന്നോ അല്ല, മറിച്ച് അവൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്നാണ്. ആകയാൽ സെഖര്യാവിനെ പോലെ, അബ്രഹാമിനെ പോലെ, ദാവീദിനെ പോലെ നമുക്കും യഹോവയെ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് കാത്തിരിക്കാം. അവൻ നമ്മോട് കരുണ കാണിക്കുന്ന നല്ല ദൈവവും സർവ്വ ആശ്വാസവും തരുന്നവനുമായ ദൈവമാണ്. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കുന്നു എന്നതിനാൽ വിഷാദത്താലിരിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അടിയനെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങ് അവർക്ക് തക്ക സമയത്ത് തന്നെ മറുപടി കൊടുത്തവരെ സഹായിക്കണമേ. അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ എൻ്റെ മക്കളങ്ങ് ആശ്വസിപ്പിക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ.
പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. യവനക്കാർത്തികളെ ദുഷ്ടൻ്റെ കെണിയിൽപ്പെടാതോണം അങ്ങ് കാക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.